മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത മന്നയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് വാഞ്ചേഷ് ഷൈജു. ഇന്നത്തെ നമ്മുടെ വിഷയം അഭിപ്രായത്തേക്കാൾ കൂടുതൽ എന്ന ടൈറ്റിലാണ്. അവിടെ ഒരു കുറുവാക്യമായി പറഞ്ഞിരിക്കുന്നത്, പാപം ചെയ്യുന്നവനെല്ലാം അധർമ്മം ചെയ്യുന്നു, പാപം അധർമ്മം തന്നെ. പ്രിയജനമേ, പാപം ചെയ്യുന്നവനെല്ലാം അധർമ്മം ചെയ്യുന്നു, പാപം അധർമ്മം തന്നെ. അടുത്തിടെ നടന്ന ഒരു വോട്ടെടുപ്പ് കാണിക്കുന്നത് 49% അമേരിക്കക്കാരും അമേരിക്കയുടെ ധാർമ്മിക മൂല്യങ്ങൾ മോശമായ അവസ്ഥയിലാണെന്ന് വിശ്വസിക്കുന്നു എന്നാണ്. ഈ ശതമാനം ഭൂരിപക്ഷമല്ലെങ്കിലും 2002 ശേഷമുള്ള രാജ്യത്തിൻ്റെ ധാർമ്മിക അവസ്ഥയെക്കുറിച്ചുള്ള ഏറ്റവും നിഷേധാത്മക വീക്ഷണത്തെ ഇത് അടയാളപ്പെടുത്തുന്നുവെന്ന് കാണുന്നു. പ്രിയരെ, നമുക്കറിയാം, ദൈവം ഇതുപോലെ തൻ്റെ 10 കൽപ്പനയെ നമുക്ക് നൽകിയിരിക്കുന്നു. അത് വ്യക്തമായ ഒരു ധാർമ്മിക മാനദണ്ഡമാണ്. ഒരു കൂട്ടം ധാർമ്മിക മൂല്യങ്ങളെ അത് പ്രതികരിക്കും. ദൈവം വിശുദ്ധനാണ്. നമ്മൾ വിശുദ്ധരായിരിക്കാൻ വേണ്ടി ദൈവം നമുക്ക് ആ കൽപ്പനകളെ നൽകിയിരിക്കുന്നു. മോശയിലൂടെ നമുക്കറിയാം, സീനായി മലയിൽ ദൈവം തൻ്റെ 10 കൽപ്പന 2 കൽപ്പനകളായി നൽകി. ആദ്യത്തെ 4 കൽപ്പന ദൈവത്തോടുള്ള ബന്ധത്തെ കാണിക്കുന്നു. 5 മുതൽ 10 വരെയുള്ളതായ കൽപ്പനകൾ മനുഷ്യരുമായിട്ടുള്ള ബന്ധത്തെ കാണിക്കുന്നു. എന്നിട്ട് യേശു പുതിയ നിയമത്തിൽ പറഞ്ഞു, അതായത് നിങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ നിങ്ങളുടെ ദൈവത്തെ സ്നേഹിക്കണം, അതുപോലെ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന്. അപ്പോൾ പ്രിയ ദൈവജനമേ, പരിശുദ്ധാത്മാവിൻ്റെ പരിവർത്തന ശക്തിയില്ലാതെ ആളുകൾക്ക് അവരുടെ ഹൃദയങ്ങളെ ഒരിക്കലും മാറ്റുവാൻ കഴിയുകയില്ല. ഉദാഹരണമായിട്ട്, പരിശുദ്ധാത്മാവിൽ നിന്ന് മാത്രം വരുന്ന സ്വഭാവ സവിശേഷതകൾ കാണുമ്പോൾ ഇത് വ്യക്തമാണ്. ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവും ഇല്ല എന്ന് ഗലാത്യർ 5:22-23 വാക്യങ്ങളിൽ നാം വായിക്കുന്നു. ബാഹ്യമായ പെരുമാറ്റം ചിലപ്പോൾ നിഷ്കളങ്കരായ ഒരു വിഭാഗം ജനതയെ കബളിപ്പിച്ചേക്കാം. എന്നാൽ ആന്തരിക ഫലം ദൈവത്തിൻ്റെ ആത്മാവില്ലാതെ ആർക്കും ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുകയില്ല. അപ്പോൾ പ്രിയജനമേ, നമ്മൾ ഓരോരുത്തരും നമ്മുടെ ആത്മാവിൻ്റെ ഫലങ്ങൾ, അതായത് നമ്മൾ പുറപ്പെടുവിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ആ ശക്തിയില്ലാതെ നമുക്ക് കഴിയത്തില്ല. ആകയാൽ നമ്മൾ ഓരോരുത്തരും അപ്രകാരം ദൈവസന്നിധിയിൽ ആത്മാവിൻ്റെ ഫലങ്ങളുള്ളവരായി മാറുവാൻ ദൈവത്തിൻ്റെ കൽപ്പനകൾ നാം അനുസരിക്കുകയും, അതുപോലെ ഇവിടെ പറയുന്നു, കൂടാതെ ആത്മാവിൻ്റെ ഫലത്തിൻ്റെ അഭാവം ഒരു വ്യക്തി ദൈവത്തോടും അവൻ്റെ നിയമത്തോടും ഉള്ള വിശ്വാസത്തിൽ നിലനിൽക്കുന്നില്ല എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആത്മാവിൻ്റെ ഫലം കൂടുതലായി കാണണമെങ്കിൽ അവൻ ദൈവത്തോടും ദൈവത്തിൻ്റെ നിയമത്തോടും കൂടുതൽ വിശ്വസ്തനായി ഇരിക്കണമെന്നാണ് കാണിക്കുന്നത്. ഉദാഹരണമായി യേശു പുതിയ നിയമത്തിൽ പറഞ്ഞു, കൊല ചെയ്യരുത്. ആരെങ്കിലും കൊല ചെയ്താൽ അവൻ ന്യായവിധിക്ക് യോഗ്യനാകുമെന്ന് പൂർവന്മാരോട് അരുളി ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്ന, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. അതുപോലെ സഹോദരനെ നിസ്സാര എന്ന് വിളിച്ചാൽ അവൻ അഗ്നി നരകയ്ക്ക് തുല്യനാകും. അതായത് മൂഢ എന്ന്, നിസ്സാര എന്ന് വിളിച്ചാൽ അവൻ ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുമെന്നും അഗ്നി നരകത്തിന് യോഗ്യനാകുമെന്നും മത്തായി 5:21-22 വാക്യങ്ങൾ വെക്കുന്നു. അങ്ങനെ നിയമലംഘനം ഒരു ആത്മീയ പ്രശ്നമാണെന്നതിൻ്റെ ഉദാഹരണമായി യേശു 10 കൽപ്പനയിൽ 2 ഇവിടെ ഉപയോഗിച്ച് വിശദീകരിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ അഭിപ്രായത്തെക്കാൾ കൂടുതലായിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് നാം ദൈവകൽപ്പന അനുസരിക്കുമ്പോൾ ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടും. അതുപോലെ നമ്മുടെ ചിന്തകളെ പോലും ദൈവത്തിൻ്റെ 10 കൽപ്പന നിയന്ത്രിക്കുന്നതായി കാണുവാൻ കഴിയും. നമ്മുടെ ഇപ്രകാരമാണ് അത് നമ്മുടെ ചിന്തകളെ കൈകാര്യം ചെയ്യുന്നതിനും ഉദ്ദേശങ്ങളെ കൈകാര്യം ചെയ്യുന്നതിനും. ഇവിടെ നാം കണ്ടു, സഹോദരനോട് കോപിക്കുന്നവൻ, സഹോദരൻ നിസ്സാര അല്ലെങ്കിൽ മൂഢ എന്ന് വിളിക്കുന്നവൻ പോലും അഗ്നി നരകത്തിന് യോഗ്യനാകുമെന്ന്. അപ്രകാരം നമ്മൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ നാം അനുസരിക്കുമ്പോൾ, ഉള്ളിൽ നിന്ന് അനുസരിക്കുമ്പോൾ നമ്മുടെ ചിന്തകൾ അത് നിയന്ത്രിക്കും, നമ്മുടെ പ്രവൃത്തികൾ നിയന്ത്രിക്കും. അപ്രകാരം അഭിപ്രായത്തെക്കാൾ കൂടുതലായി അത് നമ്മുടെ പ്രവൃത്തിയിൽ അത് കാണണം. അത് നമ്മൾ ഉള്ളിൽ നിന്ന് അനുസരിക്കുമ്പോഴേ അപ്രകാരം സാധ്യമാക്കുള്ളതും നമ്മുടെ ശക്തി കൊണ്ടല്ല, പരിശുദ്ധാത്മാവിൻ്റെ പരിവർത്തന ശക്തി കൊണ്ട് മാത്രമേ ഈ ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മൾ നിരൂപിക്കുകയും നമ്മുടെ രൂപാന്തരപ്പെടുകയും നമ്മൾ ദൈവത്തിന് വേണ്ടി വിശുദ്ധിയോടെ ജീവിക്കുവാനും കഴിയുകയുള്ളൂ. പ്രകാരം ദൈവജനത്തെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹം നല്ല ദൈവമേ, ഞങ്ങളിന്ന് കേട്ടതായ ഈ ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച്, കർത്താവെ, ഞങ്ങളുടെ കൽപ്പനകളെക്കുറിച്ച് ഞങ്ങൾ കണ്ടു. കർത്താവെ, പാപം ചെയ്യുന്നവനെല്ലാം അധർമ്മം ചെയ്യുന്നു, പാപം അധർമ്മം തന്നെ. പാപം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കൽപ്പന ലംഘനമാണല്ലോ കർത്താവെ. ആകയാൽ
ആ കൽപ്പനകളെ ഞങ്ങൾ അനുസരിപ്പാനും ആ കൽപ്പനകൾക്കായി കർത്താവ് യേശു വിശ്വാസം ദൈവകൽപ്പന അനുസരിക്കുന്ന കൂട്ടരായി ഞങ്ങൾ ഓരോരുത്തരെയും മാറ്റണമേ. കർത്താവിൻ്റെ പരവധി സമയമായിരിക്കാൻ കർത്താവ് ഞങ്ങളെ അതിനായി ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വചനം കേട്ട് എല്ലാവരും ദൈവം അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടനായ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു.